മലയാള പൊരുളിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവിസ്മരണീയമായ കൃതികളിലൂടെ നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയ വൈക്കം മുഹമ്മദ് ബഷീർ, ബേപ്പൂർ സുൽത്താൻ, അദ്ദേഹത്തെയാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. 1908 ജനുവരി 19 തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീർ പിന്നീട് വളരെ കാലം ജീവിച്ചത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലാണ്. ബേപ്പൂരിൽ ഒരു സുൽത്താനെ പോലെയാണ് താൻ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വയം വരിച്ച ഒരു പേരാണ് ബേപ്പൂർ സുൽത്താൻ എന്നുള്ളത്. ചെറുകഥകളും നോവലുകളും നാടകവും ഓർമ്മക്കുറിപ്പുകളും ഒക്കെയായി 33 കൃതികൾ ബഷീർ എഴുതി. ആ കൃതികളൊക്കെ തന്നെ അനുഭവത്തിൻ്റെ ആവിഷ്കാരങ്ങളായിരുന്നു. അനുഭവമില്ലാത്ത എഴുത്തൊരെഴുത്തല്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച ആളായിരുന്നു അദ്ദേഹം. കോവലൻ എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായി അംഗീകരിച്ചിരുന്നത് ബഷീറിനെ ആയിരുന്നു. ബഷീറിനെ കണ്ട് താൻ യുദ്ധത്തെക്കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ട് എന്ന് കോവലൻ അറിയിക്കുന്നു. ആ സമയത്ത് കോവലനോട് ബഷീർ ചോദിച്ചത്, നീ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ്. അന്ന് അതിന് കൃത്യമായ മറുപടി പറയാൻ കോവലന് സാധിച്ചിരുന്നില്ല. പിൽക്കാലത്ത് അദ്ദേഹം നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ബഷീർ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം അനുഭവം ഇല്ലാത്തതൊന്നും എഴുതരുത് എന്നാണ്. 1942 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം കഥ പ്രേമലേഖനം പുറത്തു വരുന്നത്. വിസ്മയിപ്പിക്കുന്ന ഭാഷാശേഷി കൊണ്ടും കാൽപ്പനികതയുടെ അനന്ത സാധ്യതകൾ വെളിപ്പെടുത്തുന്ന ആവിഷ്കാരം കൊണ്ടും ശ്രദ്ധേയമായ കഥയാണ് പ്രേമലേഖനം. കേശവൻ നായരും സാറാമ്മയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ വളർച്ചയും അതിൻ്റെ വ്യത്യസ്ത മാനങ്ങളും അദ്ദേഹം വളരെ മധുരമായി നർമ്മം ചാലിച്ച് അവതരിപ്പിക്കുന്നത് വായിക്കുമ്പോൾ അതിലുടനീളം സ്ത്രീയുടെ സത്ത ജ്വലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. ബഷീറിൻ്റെ കൃതികളിലുടനീളം സ്ത്രീക്ക് സവിശേഷമായൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അത് മതിലുകളിലായാലും പൂവമ്പഴത്തിലായാലും പാത്തുമ്മയുടെ ആടിലായാലും ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടാറിലായാലും ഒക്കെ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ബഷീർ നിരന്തരം യാത്ര ചെയ്യുകയും പല ജോലികൾ ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ ഇത്രയേറെ വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്നല്ല ഒരു സാധാരണ മനുഷ്യൻ തന്നെ ഉണ്ടാകാൻ ഇടയില്ല. കാരണം അദ്ദേഹം ജീവിത ആയോധനത്തിൻ്റെ ഭാഗമായി പുസ്തക കച്ചവടക്കാരനായും അതുപോലെ തന്നെ ഒരു പോർട്ടറായും മാജിക്കുകാരൻ്റെ അസിസ്റ്റൻ്റായും പ്രൂഫ് റീഡറുടെ കോപ്പി ഹോൾഡറായും അങ്ങനെ അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല. ഈ ഓരോ ജോലികളും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ പുതിയ ഒരുപാട് ചക്രവാളങ്ങൾ സമ്മാനിക്കുകയായിരുന്നു. അതൊക്കെ സ്വന്തം കൃതികളിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബിഷപ്പ് എന്ന പേരിൽ ഒരു കൃതി എഴുതുക മാത്രമല്ല, ബിഷപ്പിൻ്റെ ഏറ്റവും ഘോരമായ അനുഭവത്തെ വേറെ പല കൃതികളിലും ആവിഷ്കരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജന്മദിനം എന്ന കഥ വായിക്കുമ്പോൾ നമുക്കറിയാം, സ്വന്തം ബർത്ത്ഡേക്ക്, സ്വന്തം പിറന്നാളിന് ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ അടുത്ത മുറിയിലെ സുഹൃത്തിൻ്റെ ഭക്ഷണം മോഷ്ടിച്ചു തിന്നുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്കവിടെ കാണാം. ടൈഗർ എന്ന കഥയിൽ രാഷ്ട്രീയ തടവുകാരനായ ബഷീർ, അവിടെയൊക്കെ ബഷീർ തന്നെയാണ് കഥാപാത്രമായിരുന്നത്. അവിടെ തടവുകാർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. അവിടുത്തെ നായയായ ടൈഗറിന് സുഭിക്ഷമായി ഭക്ഷണം ലഭിക്കുന്നു. അപ്പോൾ ടൈഗർ തന്നെയാണ് സർക്കാർ എന്നൊരു തീർപ്പിലെത്തുകയാണ് ബഷീറും സുഹൃത്തുക്കളും. അങ്ങനെ ഈ ബിഷപ്പിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ, അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ ബഷീർ കൃതിയായ ശബ്ദങ്ങളിൽ ആണ്. 1947 ആ കൃതി പുറത്തു വരുന്നത്. ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്ന നേരത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നുപെടുകയും അവിടെ പലതരം മനുഷ്യരെ, അവിടെ വേശ്യകളും തെണ്ടികളും ഗുഹ്യരോഗികളും അടക്കുന്ന ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തത പുലർത്തുന്ന മനുഷ്യരെ കാണുന്നു. ഒരുപക്ഷെ ആധുനികതയോടും ഉത്തരാധുനികതയോടും ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കൃതിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശബ്ദങ്ങളിലൂടെ ബഷീർ മലയാളത്തിൽ അവതരിപ്പിച്ചത്. അന്ന് ഈ ശബ്ദങ്ങൾ എന്ന കൃതിക്ക് എതിരായിട്ട് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായി. പക്ഷേ വിമർശനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ കൃതി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബഷീർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്ത് നിരവധി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ അനശ്വരരായി തീരുകയാണ് ഉണ്ടായത്. വിശ്വവിഖ്യാതമായ മൂക്കിലെ മൂക്കൻ്റെ കഥ നമുക്കറിയാം. ഒരുപക്ഷെ കേരളത്തിലെ സാഹിത്യത്തിൽ ശക്തമായ രാഷ്ട്രീയ വിമർശനം ആദ്യകാലങ്ങളിൽ കൊണ്ടുവന്ന ഒരു കൃതിയായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്ക്. മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്ന
പൊതുസമൂഹവും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ അവിടെ വിമർശിക്കപ്പെടുകയാണ്. ഒരാളുടെ മൂക്ക് വളരെ പെട്ടെന്ന് വളർന്ന് താഴേക്ക് വരുമ്പോൾ ആ മൂക്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ തരത്തിലുള്ള സമൂഹത്തിൻ്റെ പ്രതികരണങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയാണ് ആ കൃതിയിൽ. അത് ഏത് കാലത്തും വായിക്കപ്പെടാവുന്ന ഒരു കൃതിയാണ്. അധികാര വ്യവസ്ഥയ്ക്കെതിരെ, മാധ്യമങ്ങളുടെ ഒളിഞ്ഞു നോട്ടങ്ങൾക്കെതിരെയൊക്കെയുള്ള ശക്തമായ പ്രതികരണമായിരുന്നു ആ കഥ. ഇങ്ങനെ നിരവധി കൃതികളിലൂടെ ബാല്യകാല സഖിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഏറ്റവും ബെസ്റ്റ് സെല്ലറായ, മലയാളത്തിലേറെ വിൽക്കപ്പെട്ട ഒരു കൃതിയാണ് ബാല്യകാല സഖി. ഈ ബാല്യകാല സഖിയിലെ പ്രണയം, അനശ്വരമായ ആ പ്രണയം അതേസമയം ഒരു ട്രാജഡിയാണ്. ആ ദുരന്ത കൃതിയെ കുറിച്ച് അന്ന് ബഷീറിൻ്റെ സാഹിത്യരംഗത്തെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രശസ്ത നിരൂപകനായ എം. ബി. പോൾ പറഞ്ഞത്, ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടാണ്, ഇതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് വാസ്തവമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ആ കഥ പുരോഗമിക്കുന്നത്. ഈ ബാല്യകാല സഖിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അദ്ദേഹത്തിൻ്റെ അലച്ചിലിൻ ഇടയിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഈ കൃതി എഴുതുന്നത്. ആദ്യം ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഇംഗ്ലീഷിൽ എഴുതിയ കൃതി പിന്നീട് മലയാളത്തിലേക്ക് അദ്ദേഹം തന്നെ പരിഭാഷപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ ബാല്യകാല സഖിയുടെ ഇരട്ടി വലിപ്പമുണ്ടായിരുന്ന ആ കൃതിയെ ചുരുക്കിയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ബഷീറിന്റെ സാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സാഹിത്യം എന്നത് സംക്ഷിപ്തതയുടെ കലയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ എഴുത്തുകാരനാണ് ബഷീർ. വാരി വലിച്ചെഴുതുന്നതിലല്ല, വളരെ ചുരുക്കി പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കുന്നതിലാണ് ഒരു എഴുത്തുകാരൻ്റെ കരുത്തുള്ളത് എന്ന് തെളിയിക്കാൻ സ്വന്തം കൃതികളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ സാമാന്യ ജനത്തിൻ്റെ ഭാഷ, സാധാരണക്കാരൻ്റെ ഭാഷ, അത് വീട്ടുഭാഷയും നാട്ടുഭാഷയും ഒക്കെ ആവാം. ആലങ്കാരികത ഒഴിച്ച ഒരു ഭാഷയിലൂടെ സാഹിത്യത്തിലെ ഔന്നത്യങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. ബഷീർ സ്വന്തം കൃതികളിലൂടെ ചെയ്തത് അതാണ്. അദ്ദേഹത്തിൻ്റെതായ പുതിയ വാക്കുകൾ സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം പ്രണയത്തെ വിശേഷിപ്പിക്കുന്ന ഒരു കൃതിയിൽ ദിവ്യമായ ഡങ്കു ഡങ്കു എന്നാണ്. ഇങ്ങനെ ഒത്തിരി പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ മലയാളത്തിന് അനശ്വരമായി തീർന്നു. അതൊക്കെ ഒരു എഴുത്തുകാരൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കലാണ്. ഒരു എഴുത്തുകാരൻ്റെ വിരലടയാളം ഏറ്റവും ശക്തമായി രേഖപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ബഷീറിനെ കുറിച്ച് പ്രസിദ്ധ നിരൂപകനായ എം. എൻ. വിജയൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബഷീർ എന്ന ഒറ്റമരം എന്നാണ്. ഈ ഒറ്റമരത്തിൻ്റെ പ്രത്യേകത നന്മ പൂത്തു നിൽക്കുന്ന ഒരു മരം എന്നാണ്. ബഷീറിൻ്റെ കൃതികളിലൊക്കെ നമുക്കത് കാണാം. അദ്ദേഹം എപ്പോഴും എഴുതും, ഇവിടെ ഈ മനുഷ്യൻ നിസ്സാരനാണെന്നും, അപ്പോൾ സർവശക്തൻ്റെ കയ്യിലാണ് സമയം ഉള്ളതെന്നും, അദ്ദേഹത്തിൻ്റെ ഖജനാവിലാണ് സമയം ഇരിക്കുന്നതെന്നും പറയും. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു അന്ധവിശ്വാസി ആണെന്നല്ല. ഏതുതരം വിശ്വാസങ്ങളെയും സ്വാംശീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ വിഖ്യാതമായ ആ ഒരു സൂക്തത്തെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നത്. സമസ്ത ലോകത്തിനും സുഖമുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം പുലർത്തിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. മനുഷ്യർക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും അതുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭൂമിയുടെ അവകാശികൾ എന്നൊരു കഥ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം അവിടെ കോഴിക്കോട് ബേപ്പൂരിനടുത്തുള്ള ബൈലാൽ വീട്ടിൽ, ആ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിൽ ചാരുകസാലയിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു രംഗം സാഹിത്യം അറിയുന്നവർക്ക് അല്ലെങ്കിൽ മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. സുലൈമാനി കുടിച്ചുകൊണ്ട് സൈഗാളിൻ്റെ സോജാ രാജകുമാരി എന്ന വിഖ്യാതമായ സംഗീതം ഗ്രാമഫോൺ റെക്കോർഡിലൂടെ ശ്രവിച്ചുകൊണ്ട് കിടക്കുന്ന ബഷീറിൻ്റെ ഒരു ചിത്രം, അത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളതാണ്. പിൽക്കാലത്ത് എം. എ. റഹ്മാൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി എഴുതിയപ്പോൾ ആ ബഷീറിൻ്റെ ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബഷീറിനെ കുറിച്ച് നമ്മൾ പൊതുവെ ചിന്തിക്കുമ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരന് കിട്ടുന്ന അവാർഡുകളോ സ്ഥാനമാനങ്ങളോ അദ്ദേഹം വഹിച്ചിട്ടുള്ള പദവികളോ ഒന്നുമല്ല പ്രശ്നമെന്നും, ജീവിതത്തെ സത്യസന്ധമായി നോക്കിക്കണ്ട് ആവിഷ്കരിക്കുന്നതിലാണ് ഒരു എഴുത്തുകാരൻ്റെ മഹത്വം ഇരിക്കുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ജ്ഞാനപീഠം പോലെയുള്ള പുരസ്കാരങ്ങൾ, വലിയ പുരസ്കാരങ്ങൾ ലഭിച്ചില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് സഹൃദയരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. അതിന് കാരണം ആ എഴുത്തിൻ്റെ കരുത്താണ്, ആ ഭാഷയുടെ ശക്തിയാണ്, അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ച ജീവിത ചിത്രങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട വസ്തുത. ബഷീറിനെ കുറിച്ച് ഓർമ്മിക്കാൻ ധാരാളമുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ഈ ഓർമ്മ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.